നമസ്കാരം. ഒറ്റപ്പാലത്തെ BJP സ്ഥാനാർത്ഥി മേജർ രവി സാറാണ് ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷ ഞാൻ വന്ന അന്ന് തൊട്ടിട്ട് എനിക്കുണ്ട്. അതിപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ആത്മവിശ്വാസം അതുപോലെ തന്നെ പ്രതീക്ഷയും. അത് ജനങ്ങളെ പ്രതികരണം കാണുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണത്. പിന്നെ ആരെന്ത് പ്രൊപ്പഗണ്ട അടിച്ചാലും ശരി, ഞാൻ പ്രൊപ്പഗണ്ട ഒന്നും അടിക്കുന്നില്ല. ഐ എം സ്റ്റിൽ ഓൺ ദാറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്രെയിലുണ്ട്. ആൻഡ് അവസാന റിസൾട്ട് വരുന്ന സമയത്ത് അതൊരു സർപ്രൈസായിട്ട് ഞാനത് വിന്നറായിട്ട് തന്നെ എമേർജ് ആവുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഈ BJPയുടെ ഈ ഒരു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ താങ്കൾ സംതൃപ്തനാണോ നിലവിലെ ഒരു സാഹചര്യത്തിൽ? BJPയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് താഴെക്കടയിലുള്ള പ്രവർത്തകർ വളരെയധികം സപ്പോർട്ട്. കാരണം ആ ബൂത്ത് ലെവലിലെ ആൾക്കാർ രാത്രി കാലങ്ങളിലൊക്കെ ഫോട്ടോ ഒട്ടിക്കുന്നതും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുന്ന വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അവർ ഉഷാറാണ്, അവർ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിവിടെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ മുകളിലും. അതേപോലെ തന്നെ ഇപ്പം ഇതിൽ ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ബേസിക്കലി സിനിമ അറിയുന്നവരും അല്ലെങ്കിൽ പെട്രിയോട്ട്സും. അങ്ങനെ നോക്കുന്ന സമയത്ത് മോഹൻലാലിനെയും എന്നെയും അതുപോലെ തന്നെ കാണുന്ന ആളുകൾ ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അതിൽ രസം എന്താ വെച്ചാൽ ബൂത്ത് ലെവലിൽ പല വയസ്സായിട്ടുള്ള ആളുകൾ പോലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കാണുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണ് നിറയാറുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ വർക്കേഴ്സ്. BJPനെ സംബന്ധിച്ച് നിരവധി പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഈ ഒറ്റപ്പാലം പോലെയുള്ള മേഖലകളിൽ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബലിദാനികളായിട്ടുള്ള പ്രവർത്തകരുടെ വീടുകളിലൊക്കെ പോയിരുന്നു. ഞാനിപ്പം ഈ നാളെയാണ് എനിക്കൊരു സ്ഥലത്ത് ഞാൻ പോകാൻ നിൽക്കുന്നത്, അവരുടെ വീടുകളിലേക്ക് കയറാനും. അതുപോലെ തന്നെ മരിച്ചു പോയിട്ടുള്ള പലരുടെയും വീട്ടിൽ നമ്മൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇനി കുറച്ചെണ്ണൊക്കെ വിട്ട് കാണുമായിരിക്കും, പക്ഷെ അതും എൻ്റെ പ്രവർത്തകർ നോട്ട് ചെയ്തിട്ട് ഇവരെല്ലാം കാണാൻ പോകുന്നുണ്ട്. സീനിയർ ആയിട്ടുള്ള വർക്കേഴ്സ്, ഇപ്പോൾ റിട്ടയർ ആയിട്ടിരിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം നമ്മൾ ആ റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് ഈ കമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 2022 കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ നിരവധി പ്രവർത്തകരെ NIA ഒറ്റപ്പാലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SDPI എന്ന് പറയുന്ന അവരുടെ ഒരു രാഷ്ട്രീയ മുഖം ഒറ്റപ്പാലത്ത് എങ്ങനെയാണ്? അവരുടെ ഒരു നിലപാട് എങ്ങനെയാണ്? LDF അനുകൂലമായിരിക്കുമോ, UDF അനുകൂലമായിരിക്കുമോ? എനിക്ക് ഇവരുടേതായിട്ടുള്ളൊരു ഡീറ്റെയിൽ ഞാൻ പട്ടാമ്പി എന്നാണ് അധികം കേട്ടത്. ഈ NDFൻ്റെയും ഇവരെല്ലാം പ്രവർത്തകരുടെ കുറച്ച് ഭീകരമായിട്ടുള്ള ആ ഒരു ഹാർഡ് കോർ കൈൻഡ് ഓഫ് ഫെനറ്റിസം. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ മുസ്ലിംസിനെ ഒന്നടങ്കം പറയില്ല. ഇതിനകത്ത് ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഹിന്ദുക്കളാണ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് അതൊരു ഹിന്ദുവിൻ്റെ മിലിറ്റൻ്റ് റോൾ. ഈ ഇങ്ങനെ മിലിറ്റൻസി അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്നത് ഇത് ഏതൊരു വിഭാഗത്തിലുള്ള കുറച്ച് സാമൂഹിക ദ്രോഹികൾ, സമൂഹ വിരുദ്ധരായിട്ടുള്ള തലയിൽ എന്തൊക്കെയോ തലക്ക് വെച്ച് കയറ്റിക്കൊണ്ട് വിദ്വേഷം മാത്രം പരത്താൻ നിൽക്കുന്ന ആളുകളാണ് ഈ ടെററിസ്റ്റ് അല്ലെങ്കിൽ PDF അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അത് ഇതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതും മുസ്ലിം പോപ്പുലേഷനുമായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടിക്കണക്കില്ല. കാരണം ഞാൻ സ്നേഹിക്കുന്ന കുറേ ആളുകൾ പല കാര്യത്തിനും ഒരു വിളിക്ക് അപ്പുറത്തുള്ള പല സഹോദരങ്ങളും ആ സമുദായത്തിലുമുണ്ട്. അപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, അത് NIA പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഉണ്ട്. അതിന് നിങ്ങൾ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ വർഗപരമായിട്ടോ പാർട്ടിപരമായിട്ടോ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അവരും തെറ്റ് ചെയ്താൽ അവർ തെറ്റ് ചെയ്തിരിക്കും. അത് ഒരു ഹിന്ദു സംഘടനയാണെങ്കിൽ ശരി, ടെററിസം എന്നുള്ളത് നമ്മൾ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അത് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്. അതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി ഇതുപോലുള്ള സംഘടനകളാണ് ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. മാവോയിസ്റ്റുകൾ പോലും ഒരുവിധം ഒതുങ്ങിയിരിക്കുന്നു. ഇതിപ്പോഴും അവിടുന്ന് ഇവിടുന്ന് കയറി വരുന്നത്. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ സ്പോൺസേഡ് മിലിറ്റൻസി എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഇത്. അവരെ മാറ്റിയെടുക്കണമെങ്കിൽ അത് ഏത് രീതിയിൽ എന്നുള്ളത് സാമവേദ ദണ്ഡം അതെല്ലാം വേണ്ടി വരുമായിരിക്കും. പക്ഷെ അതിനൊരു സമുദായത്തിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവരാർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ സർപ്രൈസ് ആയിരിക്കും. എനിക്ക് വോട്ട് ചെയ്യാനും കുറേ മുസ്ലിംസ് സഹോദരങ്ങൾ ഇവിടെ ഒറ്റപ്പാലത്തുണ്ട്. അതെനിക്കറിയാം. അത് വാർഡിൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത്. അപ്പോൾ ഒരിക്കലും ഞാൻ അവരുടെ വോട്ട് എവിടെ പോകുന്നുള്ളത്, എവിടെ പോയി കഴിഞ്ഞാലും ഇറ്റ് ഹാർഡ്ലി മേക്സ് എ ഡിഫറൻസ് ടു മീ. എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജയിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. ഞാനെന്ന വ്യക്തിക്കുള്ള ഒരു വോട്ടും കൂടെ ഉണ്ട് അതിനകത്ത്. നമ്മുടെ CPM ആണെങ്കിൽ പരസ്യമായിട്ട് SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ലഭിച്ചോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കുമല്ലോ. അതിനോട് പൊതുജനങ്ങൾ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് താങ്കളൊരു അഭിപ്രായം?
CPM-ന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ CPM-ൽ ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അത് പാവപ്പെട്ട അണികളാണ്. ഈ അണികൾക്ക് അവരുടെ തലയിൽ ആ റെഡ് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതൊരു വികാരമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അവരറിയുന്നില്ല അവരുടെ മുതലാളിമാരെന്ന് പറയുന്ന ഈ മന്ത്രിമാരും അത് മോളിൽ തൊട്ട് താഴത്ത് വരെയുള്ളവരും കോടീശ്വരന്മാരും അവരുടെ മക്കളൊക്കെ പഠിക്കുന്നതും പുറത്താണെന്നുള്ളതും അവരുടെ മക്കൾ ഒരിക്കലും തല്ലു വാങ്ങാൻ വന്നിട്ടില്ല എന്നുള്ളതും ഇവരുടെ തലയിൽ കയറില്ല. അപ്പം ആ ആൾക്കാരുടെ വോട്ട് എന്നും അവർക്ക് കിട്ടുമത്. അതെന്താണ്? അതുകൊണ്ടാണ് CPM എപ്പോഴും വികസനത്തിന് എതിരാവുന്ന എന്തുകൊണ്ടാ? വികസിച്ചാൽ എല്ലാവരുടെ കയ്യിലും പൈസ വരും, അവർക്ക് അതിൻ്റെതായിട്ടുള്ള കംഫർട്ട് കിട്ടും, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇത് കിട്ടും. അതവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കമ്മ്യൂണിസം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതും തീരേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ ഒറ്റപ്പാലത്തെ സാധാരണ ജനങ്ങളിടയിലേക്ക് താങ്കൾ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ BJP വലിയൊരു സ്വാധീനമുള്ള ഒരു പാർട്ടിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. എന്നാലും ജനങ്ങളിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസം എന്താണ്? ഏത് രീതിയിലാണ് ജനങ്ങൾ ഒരു പ്രതികരണം? ബിക്കോസ് ആ വാംത്ത്, അത് മേജർ രവി എന്ന് പറയുന്ന സമയത്തുള്ള എൻ്റെതായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി അവിടെ നിൽക്കുന്നത്. എന്നെ ഇപ്പം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓഫ് എൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഞാൻ പല സഹായങ്ങളിലും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തെ ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാം. അപ്പം മേജർ രവി എന്നുള്ള ആളിനെ പരിചയപ്പെടുത്തണ്ട. പിന്നെ എന്നെക്കുറിച്ച് അറിയാത്ത കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. ഞാൻ പട്ടാളത്തിൽ എന്ത് ചെയ്തു, രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ ഘാതകരെ കൊന്ന ആൾ ഞാനാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇപ്പം അതൊരു സീരിയൽ വന്നതിന് ശേഷമാണ് എൻ്റെ പേരും ആ AK രവീന്ദ്രൻ തന്നെയാണ് ഈ മേജർ രവി എന്നുള്ളതൊക്കെ അറിയുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സെൽഫായിട്ടുള്ള ഒരിക്കലും ഒരു ബൂസ്റ്റിംഗ് നടന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് യെസ്, ഐ ആം ദ വൺ ഹൂ ഡിഡ് ഇറ്റ്. അത് അറിയുന്നവരുണ്ട്. പിന്നെ ഇന്ന് ഈവൻ കോൺഗ്രസ്സുകാരാണെങ്കിൽ ശരി, ഏത് പാർട്ടി, ഞാൻ ആരോടും പാർട്ടി ചോദിക്കാറില്ല. പക്ഷെ അവരുടെ ആ വാംത്ത് കാണുന്ന സമയത്ത് അറിയാം. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ദിസ് ടൈം ഇറ്റ്സ് ഫോർ യു എന്ന് പറയുമ്പോൾ, ഈ സമയത്ത് ഈ പ്രാവശ്യം നിങ്ങൾക്കാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഒരു വേറെ ആർക്കോ കുത്തിരിക്കുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം എനിക്ക് വരുന്നുണ്ട്. ബിക്കോസ് കുറേ ആൾക്കാരെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അത് BJP. ഒറ്റപ്പാലത്ത് താമര വിരിയിക്കുമെന്ന് തന്നെയാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ വിരിയിക്കും. താമര വിരിയാണെങ്കിൽ നല്ല വെയിൽ വേണം. അപ്പം അതുകൊണ്ട് താമര നമ്മൾ വിരിയിച്ചിരിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. വളരെ നന്ദി സാർ. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒറ്റപ്പാലത്ത് ഇത്തവണ BJP ഏറ്റവും വലിയ രീതിയിലൊരു പ്രതീക്ഷയിലാണ്. അത് മേജർ രവി സാർ തന്നെ സ്ഥാനാർത്ഥിയാവുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ രാജ്യസ്നേഹികൾ എല്ലാവരും BJP വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒറ്റപ്പാലത്ത് നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.